ലൈവിൽ ഇപ്പോൾ ഒരു അടിപൊളി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡിബേറ്റ് പോലെയുള്ള ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ ശൈത്യയെ തോൽപ്പിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് നെവീനും. വിശദമായി പറയുകയാണെങ്കിൽ നെവീനും ശൈത്യക്കുമായി ബിഗ് ബോസ് കൊടുത്ത കാന്താരി ടോപ്പിക് ഈ ബിഗ് ബോസ് വീട്ടിൽ തുടരാൻ എന്തുകൊണ്ട് താൻ യോഗ്യനാണ് എന്ന് വാദിക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ ശൈത്യായിരിക്കും ഇതിൽ വിജയിക്കുക എന്നാണ് കണ്ടുനിന്ന പ്രേക്ഷകരും അതുപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിലെ മറ്റു മത്സരാർത്ഥികളും കരുതിയത്. എന്നാൽ കേട്ടും കണ്ടുനിന്ന വിധികർത്താക്കൾക്ക് തെറ്റി. ആദ്യം ശൈത്യയാണ് പോയിന്റ്സ് എല്ലാം പറഞ്ഞത്. അതിനുശേഷം നെവിൻ തന്റെ പോയിന്റ്സ് പറയാൻ തുടങ്ങി. നെവിൻ തന്റെ പോയിന്റ്സുകളെല്ലാം പറയാൻ തുടങ്ങിയതേ കണ്ടു നിന്നവർക്കെല്ലാം ഓർമ്മയുള്ളൂ. അത് കേട്ട് എല്ലാവരും ട്രിഗറായി മാറുകയായിരുന്നു. പ്രത്യേകിച്ച് ശൈത്യയാണ് ട്രിഗറായത്. നമ്മുടെ ശൈത്യക്ക് നേരെ നെവിൻ ആദ്യം വെച്ച പോയിന്റ് കുത്തിത്തിരിപ്പ് എന്നാണ്. എന്നാൽ ബിഗ് ബോസ് വീട്ടിൽ വേണ്ടത് കുറച്ച് എന്റർടൈൻമെന്റ് വേണം. ഇവിടെ എന്റർടൈൻമെന്റ് കൊടുക്കുന്ന ഒരേ ഒരു മത്സരാർത്ഥി ഞാനാണ്. ഞാൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെ ഇവിടെ നിന്ന് നിങ്ങൾ പുറത്താക്കി കഴിഞ്ഞാൽ ബിഗ് ബോസ് പ്രേക്ഷകർ പറയും നെവിനെ വീട്ടിലേക്ക് കയറ്റണമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ തുടരണമെന്ന് തന്നെയാണ് പ്രേക്ഷകരും ഞാനും ഉറപ്പിച്ചു പറയുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ ശൈത്യക്ക് വല്ലാണ്ട് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ നെവിന്റെ അടുത്ത ഡയലോഗ് ഇങ്ങനെയായിരുന്നു, അനുവിന്റെ മരപ്പാവയാണ് നീ എന്ന്. ഇതും കൂടെ കേട്ടപ്പോൾ ശൈത്യക്ക് വല്ലാണ്ട് അങ്ങോട്ട് ദേഷ്യം വന്നു. ഒടുവിൽ നമ്മുടെ ശൈത്യ തിരിച്ചും പറയുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നടന്നത് വാക്ക് തർക്കങ്ങൾ തന്നെയാണ്. എന്നാൽ നമ്മുടെ നെവിന്റെ പോയിന്റ്സിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ശൈത്യക്ക് സാധിക്കുന്നില്ല. ടാസ്കിനകത്ത് വെച്ച് തന്നെ പൊട്ടിക്കരയുന്ന ശൈത്യയാണ് പിന്നീട് കണ്ടത്. ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ ശൈത്യയിൽ നിന്നും കുറച്ചുകൂടി പോയിന്റ്സ് ലഭിക്കും എന്ന് തന്നെയാണ് കണ്ടു നിന്നവരെല്ലാം തന്നെ കരുതിയത്. എന്നാൽ കണ്ടു നിന്നവരുടെ പ്രതീക്ഷകൾ മറികടന്നായിരുന്നു നെവിന്റെ ഓരോ പോയിന്റുകളും. സത്യം പറഞ്ഞാൽ നെവിന്റെ ഉള്ളിലെ ഇങ്ങനെ ഒരു മത്സരാർത്ഥിയെക്കുറിച്ച് ഇതുവരെയായിട്ടും ആർക്കും അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ മികച്ചൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ് നമ്മുടെ നെവിൻ എന്ന് പറഞ്ഞേ മതിയാകൂ. വേണ്ടപ്പോൾ വേണ്ടതുപോലെ നിൽക്കാനും പെരുമാറാനും നമ്മുടെ നെവിന് നന്നായിട്ട് അറിയാം. അങ്ങനെ 150 പോയിന്റ് വാങ്ങി ഇവരുടെ റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും ഇത്തവണ ബിഗ് ബോസ് നൽകിയ ടാസ്കുകളൊക്കെ തന്നെയും വലിയ രീതിയിൽ തന്നെ ബിഗ് ബോസ് വീടിനെ ഉണർത്തിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.